ഹലോ കൂട്ടുകാരെ, നാളത്തെ മഴതോരും മുൻപേയുടെ എപ്പിസോഡിൽ നമ്മുടെ ചിന്നുക്കുട്ടിയുടെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയാണ് രേവതി. അപ്പോൾ ഗ്രേസമ്മ പറയണത് വലിയ കുട്ടിയായി അവൾ അല്ലേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. ശരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്നുക്കുട്ടിയാണ് ഷെറീൻ പ്രസവിച്ച കുട്ടി. പിന്നെ നാളെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ വൈജ അറിയുകയാണ് ബാലചന്ദ്രൻ്റെ മകളല്ല അലീന എന്ന്. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്താണ് രഞ്ജിനി ആ ബോംബ് പൊട്ടിക്കുന്നത്. അതായത് ബാലചന്ദ്രൻ അങ്കിളിൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ടാണല്ലോ കഥ ഇറക്കി വിട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ വൈജ ചോദിക്കും, അതെന്താ രഞ്ജിനി, ബാലചന്ദ്രൻ്റെ മകളല്ലേ അലീന? അല്ല, ബാലചന്ദ്രൻ അങ്കിളിൻ്റെ മകളല്ല അലീന എന്ന് രഞ്ജിനി പറയുകയാണ്. അപ്പോഴാണ് വൈജ ഞെട്ടുന്നത്. വൈജ ചോദിക്കും, ബാലചന്ദ്രൻ്റെ മകളല്ലെങ്കിൽ പിന്നെ എന്തിനു ബാലചന്ദ്രൻ കള്ളം പറഞ്ഞു ആ വീട്ടിൽ അവളെ താമസിപ്പിച്ചു എന്ന് പറഞ്ഞ് വൈജ വാളും കുറിയും എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാക്കാൻ. അങ്ങനെ മനുവിനോടൊക്കെ ചോദിക്കുന്നുണ്ട് വൈജ, നിന്നെ അവൾ പറഞ്ഞു പറ്റിച്ചില്ലേ, നീ ബാലേന്ദ്രൻ്റെ മകളാണ് അവളെന്ന് പറഞ്ഞ് നിന്നെ അവൾ പറഞ്ഞു പറ്റിച്ചില്ലേ, നിനക്ക് ഇതിലൊന്നും പറയാനില്ലേ, നീ ഒരാണല്ലേ, നിനക്ക് അങ്ങനെ പറഞ്ഞ് മനുവിനെയും ശിവേട്ടനെയൊക്കെ വൈജ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട്. ആരും പ്രത്യേകിച്ചൊന്നും മറുപടി പറയുന്നില്ല. പിന്നെ വൈജേനെ സപ്പോർട്ട് ചെയ്യാൻ ആകുള്ളത് കമല മാത്രമാണ്. അങ്ങനെയൊക്കെയാണ് നാളത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ പുനലൂർക്ക് ബാലചന്ദ്രൻ സ്റ്റാൻലിയെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടല്ലോ. സ്റ്റാൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഷെറിൻ്റെ ബ്രദറായിട്ടാണ് വരുന്നത്. സ്റ്റാൻലിയുടെ അപ്പച്ചനെ കാണാൻ പോകുന്നുണ്ട്, സ്റ്റാൻലിയുടെ വീട്ടിൽ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിയുടെ അപ്പച്ചൻ അഡ്രസ്സൊന്നും കൊടുക്കുന്നില്ല. ബാലചന്ദ്രൻ കാണണമെന്ന് പറയുമ്പോൾ അതിനും സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഫോൺ ചെയ്തു തരാം എന്ന് മാത്രമാണ് അയാൾ പറയുന്നത്. അപ്പോൾ ബാലൻ പറയും, അത് പറ്റില്ല, എനിക്ക് നേരിട്ട് പറയേണ്ട കാര്യമാണെന്ന്. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ മഴതോരും മുൻപേയുടെ കഥയും കഥാപാത്രങ്ങളുടെ വിശേഷങ്ങളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. താങ്ക്